ഒരുപക്ഷെ രാജ്യത്തിന്റെ സമീപകാല എവിടെയും നമുക്ക് ഓർമ്മയില്ലാത്ത വിധം തീക്ഷ്ണമായ സമരമാണ് ഉയർന്നു വരുന്നത്. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളും തെരുവീഥികളും ജനപഥങ്ങളും തൊഴിലിടങ്ങളുമാകെ സമരസാന്ദ്രമായി കൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും സമരത്തിലെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. എല്ലാ വിഭാഗം മനുഷ്യരും ഒരേ ശബ്ദത്തോടെ ഇന്ത്യയെ തകർക്കാൻ അനുവദിക്കില്ല എന്ന ശബ്ദമാണ് ഉയർത്തുന്നത്. പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്തെ എങ്ങനെ ശിഥിലമാക്കുമെന്നും സ്വൈര്യപൂർണമായ മനുഷ്യജീവിതത്തെ എങ്ങനെ അശാന്തമാക്കുമെന്നുമെല്ലാം ഇതിനോടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും എന്നറിയാം. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെമ്പാടും പ്രചരണ ജാഥകൾ പര്യടനം നടത്തുകയാണ്. അങ്ങനെ പര്യടനം നടത്തുന്ന ജാഥകളിൽ ഒന്നാണ് ഇവിടെ ഔപചാരികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രചരണ ജാഥയ്ക്ക് ശേഷം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് 26-ാം തീയതി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ രാജ്യരക്ഷാർത്ഥം കൈകോർത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ജനകീയ പോരാട്ടത്തിന്റെ പുതിയ മുഖം തുറക്കുകയാണ്. ഈ സമരം ഇന്ത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ രാജ്യസ്നേഹികളായ ദേശസ്നേഹികളായ ഇന്ത്യയിലെ പൗരന്മാർ നടത്തുന്ന പ്രതിഷേധ സമരമാണ്. ഞാൻ കാര്യങ്ങളെല്ലാം സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കുന്നത് പ്രധാനമായും ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവം കൊണ്ടാണ്. മതനിരപേക്ഷതയാണ് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന സുപ്രധാനമായ ഘടകം. ജനാധിപത്യ സ്വഭാവം പ്രധാനമാണ്. എന്നാൽ ജനാധിപത്യം എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിൽ ഇന്ത്യയെ വ്യതിരിക്തമാക്കുന്ന സുപ്രധാനമായ ഘടകം ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷ രാഷ്ട്രമായല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാനാവില്ല എന്നതാണ് സത്യം. ഇന്ത്യ എന്തുകൊണ്ട് മതനിരപേക്ഷമായി ചിലർ സമർത്ഥിക്കാറുണ്ട്. പണ്ഡിറ്റ് നെഹ്റു മതനിരപേക്ഷവാദിയായി, അംബേദ്കർ മതനിരപേക്ഷവാദിയായി. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായി മാറിയതുണ്ട്. അത് ശരിയല്ല. പണ്ഡിറ്റ് നെഹ്റു മതനിരപേക്ഷവാദിയായിരുന്നു എന്നത് ശരിയാണ്. ഒരുപക്ഷെ കോൺഗ്രസിലെ ഏറ്റവും വലിയ മതനിരപേക്ഷവാദി കണിശമായും പണ്ഡിറ്റ് നെഹ്റുവായിരുന്നു. അംബേദ്കർ മതനിരപേക്ഷ ചിന്താഗതി പുലർത്തിയ ആളായിരുന്നു. ഭരണഘടനാ ശില്പികളിൽ മിക്കവരും വ്യക്തിപരമായി തന്നെ മതനിരപേക്ഷ ചിന്താഗതിക്കാരായിരുന്നു എന്നത് ഒട്ടും അപ്രസക്തമല്ലാതിരിക്കെ തന്നെ അക്കാരണം കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായി മാറി. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാവുന്നതിനു മുൻപ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുൻപ്, ബ്രിട്ടീഷ് ആധിപത്യം വരുന്നതിനും മുൻപ് ഒരുപക്ഷെ ഇന്ത്യ എന്നൊന്നും വിളിക്കാൻ സാധിക്കുമായിരിക്കില്ല. എങ്കിലും പിൽക്കാലത്ത് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരായിരുന്നു എന്നതാണ് സത്യം. ഏത് പ്രാചീന ചരിത്രത്തിലേക്ക് കടന്നുപോയാലും ഈ ഭൂപ്രദേശങ്ങളിൽ എവിടെയും മതപരമായ സ്പർദ്ധയോ ശത്രുതയോ വർഗീയമായി ചേരിതിരിഞ്ഞുള്ള കലാപങ്ങളോ നമുക്ക് കാണാനാവില്ല. ഉന്നതമായ മതനിരപേക്ഷ മൂല്യങ്ങളെ ഹൃദയത്തിൽ ആവാഹിച്ച ഒരു ജനതയായിരുന്നു ചരിത്രാതീത കാലം മുതൽ ഇവിടെ. അത് ഏത് കാലത്തേക്ക് എടുത്താലും, നിങ്ങൾ അശോകന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും, മുഗൾ ഭരണകാലം എടുത്താലും, ബ്രിട്ടൻ കടന്നു വന്ന കാലം എടുത്താലും ഒക്കെ ഈ രാഷ്ട്രത്തിന്റെ മൗലിക ഭാവം മതനിരപേക്ഷതയായി. അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ ഇന്ത്യയുടെ ആ അടിസ്ഥാന ഭാവത്തെ ശരിയാമണം പ്രകടിപ്പിച്ചത്. അത് മാത്രമാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന മതനിരപേക്ഷത എന്ന മഹത്തായ ആശയത്തെ ഭരണഘടനയിൽ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
അത്രമാത്രമേ ഉള്ളൂ. നാം എന്നും മതനിരപേക്ഷമായിരുന്നു. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, BJP എന്നാൽ ഹിന്ദുക്കളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷവാദിയായ ഹിന്ദുക്കൾ BJPയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരല്ല. വർഗീയവാദികളായ ഒരു ന്യൂനപക്ഷത്തിന്റെ ആശയങ്ങളെയാണ് BJP പ്രതിഫലിപ്പിക്കുന്നത്. ഹിന്ദുവിന്റെ സംസ്കാരം ഇങ്ങനെയല്ല. ഹൈന്ദവ സംസ്കൃതി അസഹിഷ്ണുതയുടെയും ഏറ്റുമുട്ടലിന്റെയും ആട്ടിയകറ്റിന്റേതുമല്ല, ഉൾക്കൊള്ളലിന്റേതാണ്. എല്ലാവരെയും സ്വീകരിക്കുന്നതാണ്. അതാണ് ഇപ്പോ 782 സെന്റ് തോമസ് ഇവിടേക്ക് വന്നു. അതിനു മുൻപ് ക്രൈസ്തവ മതം ഇവിടെ ഇല്ലല്ലോ. 782 മുൻപ് കേരളത്തിൽ ക്രൈസ്തവ മതം ഇല്ല. അദ്ദേഹം വരുന്നു, ഒരു പുതിയ ആശയം, ഒരു ദർശനം, ഒരു പുതിയ മതം ഇവിടെ പരിചയപ്പെടുന്നു. മാലിക്നാറും ശിഷ്യന്മാരും കടന്നു വരുന്നതിന് മുൻപ് ഇസ്ലാം കേരളത്തിലില്ല. അദ്ദേഹം വരുന്നു, ആദ്യത്തെ മുസ്ലിം ദേവാലയം കൊടുങ്ങല്ലൂരിൽ പണിയെടുപ്പിക്കുന്നു, ചേരമാൻ പള്ളി. അന്ന് ഇസ്ലാം ഇവിടെ ഇല്ല. ഈ പുതിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും കടന്നു വന്നപ്പോ ഈ നാടെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? ഭയപ്പാടോടെയോ അസഹിഷ്ണുതയോടെയോ അല്ല, അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്, ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. ഇഷ്ടമുള്ളവർക്ക് ആ ധാരയിലേക്ക് കടന്നു പോകാൻ ഒരു വൈതരണിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ കാഴ്ചപ്പാടുകളോടും തുറന്ന മനസ്സോടെയുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സാംസ്കാരിക സവിശേഷതയുടെ നാടായിരുന്നു നമ്മുടെ. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങി, മാമാങ്കം, കണ്ടിട്ടുള്ളവരുണ്ടാവും. മാമാങ്കം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽപ്പെട്ട തിരുനാവായയിൽ നടന്ന ഒരു ചടങ്ങാണ്, ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ അതെന്താണ്? അതൊരു ട്രേഡ് ഫെയർ ആണ്, ഒരു വ്യാപാരോത്സവം, ഒരു വാണിജ്യമേള. സത്യത്തിൽ മാമാങ്കം എന്ന് പറയുന്നത് ഒരു വാണിജ്യമേളയാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിറ്റടിക്കുന്ന, നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു കച്ചവടമേളയാണ്. ഇപ്പൊ വലിയ ഗ്രൗണ്ടിലൊക്കെ എക്സിബിഷനൊക്കെ നടക്കുന്നത്. അതിന്റെ ആചാരപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സാമൂതിരിയുടെ കാലഘട്ടത്തിൽ വാണിജ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നു, വലിയ പിന്തുണ കൊടുത്തിരുന്നു. വാണിജ്യം കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതെല്ലാം പേർഷ്യയിലും മറ്റിടങ്ങളിലുമെല്ലാം കൊണ്ടുചെന്നെത്തിച്ച് കച്ചവടം ചെയ്യണമെങ്കിൽ കപ്പലിലും ഉരുവിലും ഒക്കെ കയറ്റി കൊണ്ടുപോകണം. അന്ന് വിമാനമില്ല, വ്യോമമാർഗമില്ല. ചിലർ പറയും ലോകത്തിൽ ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ച ഞങ്ങളാണ്, അതാണ് പുഷ്പക വിമാനം. അത് പുസ്തകത്തിലേ ഉള്ളൂ, ആകാശത്തിലില്ല. ഇത് കടലിലൂടെ കൊണ്ടുപോകണം. പക്ഷെ അപ്പൊ ഒരു പ്രശ്നമുണ്ട്. അന്നത്തെ ഹിന്ദു ആചാരമനുസരിച്ച് നമ്മുടെ നാട്ടിലെ ആചാരമനുസരിച്ച് കടൽ കടന്നു പോയാൽ ഭ്രഷ്ട് കൽപ്പിക്കും. അത് നിഷിദ്ധമാണ്, കടൽ കടന്നു പോകാൻ പാടില്ല. ഭ്രഷ്ട് കൽപ്പിക്കെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല, നാട്ടിലൊട്ടും അംഗീകാരം കിട്ടില്ല, സമുദായത്തിനും സമൂഹത്തിനും പുറത്താവും. അതൊരു വലിയ വെല്ലുവിളിയായി. കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നു, സാമൂതിരി കൈയച്ച് സഹായിക്കുന്നു, എല്ലാ പിന്തുണയുണ്ട്. നമ്മുടെ അമൂല്യമായ ഉൽപ്പന്നങ്ങൾ ലോകത്തിലെല്ലായിടത്തും കൊണ്ടു ചെല്ലണം. പക്ഷേ കടൽ കടന്നാൽ ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്യും. ഇതൊരു പ്രതിസന്ധിയായി. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? നമ്മുടെ പ്രാചീന ചരിത്ര രേഖകൾ പറയുന്നത് അതിന് വളരെ എളുപ്പത്തിൽ ഒരു ഉപായം കണ്ടുപിടിച്ചു എന്നാണ്. എന്താണ് ഉപായം? അന്നത്തെ സാമൂതിരിയുടെ രാജ്യം, ഭൂപ്രദേശം, അവിടെ തീരപ്രദേശങ്ങളിലെല്ലാം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു കുടുംബം, അങ്ങനെയാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരംഗം, ഒരാൾ മുസ്ലിമായിട്ട് വളരുക. അതാണ് മാർഗം. എന്തിന്? അയാളെ കച്ചവടത്തിന്റെ ചുമതലകൾ ഏൽപ്പിക്കും. അപ്പൊ അയാൾ കച്ചവടാവശ്യത്തിന് കടൽ കടന്ന് യാത്ര ചെയ്യും. മുസ്ലിമിന് കടൽ കടക്കാം, കാരണം ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് കടൽ കടന്നാൽ ഭ്രഷ്ടൊന്നുമില്ല. ഹിന്ദുവിനല്ലേ കടൽ കടന്നാൽ ഭ്രഷ്ടുള്ളൂ. അപ്പൊ നമുക്ക് കച്ചവടം നടത്തണം, എന്നാൽ ഭ്രഷ്ടുണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിന് ഒരാൾ മുസ്ലിം ആവുക. അന്ന് വ്യാപകമായി ആ പ്രദേശത്തെ കുടുംബങ്ങളിൽ, കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളിൽ ഒരംഗം മുസ്ലിമായി വളരുക എന്നൊരു രീതി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അത്രയും ജാതി മതമൊക്കെ ഉള്ളൂ, മനസ്സിലായോ?
അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചരിത്രം. വലിയ സാഹോദര്യത്തോടെയാണ് കഴിഞ്ഞത്. നിങ്ങൾ ഏത് മതം എന്ന് നോക്കിയിട്ടല്ല, സാഹോദര്യത്തിന്റെ മതനിരപേക്ഷതയുടെ അങ്ങേയറ്റത്തെ സൗഹൃദ സാഹചര്യം നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടേത്. ഇന്ത്യയും കേരളവും ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഇന്ത്യ കേരളം ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ഭൂപ്രദേശമൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ എങ്ങനെയാണ് സ്പർദ്ധയുണ്ടായത്? പിന്നെ എങ്ങനെയാണ് വർഗീയമായ ചേരിതിരിവുണ്ടായത്? വർഗീയത എന്ന വാക്കിന്റെ തന്നെ അർത്ഥം അധികാരത്തിന് വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുക, അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. വർഗീയത എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ അർത്ഥമേ വർഗീയതയ്ക്കുള്ളൂ. അധികാരത്തിന് വേണ്ടി മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുക. അങ്ങനെ ഒരു രീതി നമുക്കുണ്ടായിരുന്നില്ല. ആ രീതിക്ക് തുടക്കം കുറിച്ചത് ബ്രിട്ടനാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലത്ത് ബ്രിട്ടനെതിരെ വലിയ സമരം ഉയർന്നു വരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ തമ്മിൽ അടിപ്പിച്ചു. നാട്ടുരാജ്യങ്ങളെ തമ്മിൽ മാത്രമല്ല, ബ്രിട്ടീഷ് ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മാത്രമായിരുന്നില്ല, വിവിധ മതസ്ഥരെ തമ്മിലടിപ്പിക്കാനും കരുക്കൾ നീക്കി ബ്രിട്ടനാണ് ഇന്ത്യയിൽ മതവിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത്. അത് അവരുടെ കൊളോണിയൽ വാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അതാണ് ചരിത്രം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളാകെ ഒരേ മനസ്സോടെയാണ് ബ്രിട്ടനെതിരെ പോരാടിയത്. ഇപ്പോ നിയമസഭയിൽ ബ്രിട്ടനെതിരെ പോരാടിയ മലബാറിലെ മുസ്ലിം യോദ്ധാക്കളെ സംബന്ധിച്ചൊന്ന് പരാമർശിച്ചപ്പോൾ RSSന്റെ ഭാഗത്തുനിന്ന് വലിയ സംഘടിതമായ പ്രചാരവേല വന്നു. ഇയാൾ ഈ പറയുന്നതൊക്കെ മാപ്പിള ലഹളയുടെ കാര്യമാണ്, ഇതൊന്നും സ്വാതന്ത്ര്യ സമരമല്ല എന്നാണ് ആക്ഷേപം. ഒക്കെ മാപ്പിള ലഹളയാണ് 21-ലെ. ഈ മാപ്പിള ലഹള എന്ന് ആര് വിളിച്ചതാണ്? മലബാറിലെ ധീരോജ്വലമായ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ മാപ്പിള ലഹള എന്ന് വിളിച്ചത് ബ്രിട്ടനാണ്. അത് മലബാറിലെ സമരത്തെ മാത്രമല്ല, എല്ലാ സമരത്തെയും ബ്രിട്ടൻ അങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ഇന്ത്യയിലെ ചരിത്ര സന്ദർഭം 1887-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1887-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മളതിനെ അങ്ങനെയാണ് വിളിക്കുക, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടൻ അതിനെന്താ വിളിച്ചത്? ബ്രിട്ടൻ വിളിച്ചത് ശിപ്പായി ലഹള. മലബാർ സമരത്തെ മാപ്പിള ലഹള എന്നാക്ഷേപിച്ച ബ്രിട്ടൻ മലബാർ സമരത്തിനു മുൻപ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്നാക്ഷേപിച്ചിട്ടുണ്ട്. മലബാർ സമരത്തെ ഇപ്പോഴും മാപ്പിള ലഹള എന്ന് വിളിക്കുന്ന RSSകാരൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇപ്പോഴും ശിപ്പായി ലഹള എന്നാണോ വിളിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ അങ്ങനെ ഇത് ബ്രിട്ടന്റെ ടെർമിനോളജിയാണ്. എങ്ങനെയാണ് മലബാറിലെ സമരം രൂപപ്പെട്ടത്? ചിലർ പറയുന്നു, ഇനി ആ പേര് പറഞ്ഞില്ലെങ്കിലും അത് ഖിലാഫത്താണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തുർക്കിയിലെ ഖലീഫയുടെ അധികാരത്തെ ബ്രിട്ടൻ സാമ്രാജ്യത്വം അട്ടിമറിച്ചപ്പോ ചോദ്യം ചെയ്തപ്പോ അതിനെതിരെ ഉയർന്നു വന്ന ഇസ്ലാം മത വിശ്വാസികളുടെ മൂവ്മെന്റ് ആണ്, സംശയമില്ല. 1919 മുതൽ 25-26 വരെയുള്ള കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി ഖിലാഫത്താണെന്ന് സമ്മതിക്കുക. ഈ ഖിലാഫത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ ശക്തിപ്പെട്ടത്? അതിനൊരു ചരിത്രമുണ്ട്. ആ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുകയായി. ബ്രിട്ടനെതിരായിട്ടുള്ള സമരം, നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്താണ് ഖിലാഫത്ത് ചെയ്യുന്നത്. കേരളത്തിൽ ശക്തിപ്പെട്ടത് ഗാന്ധിജിയുടെ പ്രകാരമാണ്. അതാണ് ചരിത്രം. 1920 ഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നു. നമ്മുടെ കോഴിക്കോട് കടന്നാണ് വരുന്നത്. അദ്ദേഹത്തോടൊപ്പം മൗലാന ഷൗക്കത്തും മഹാത്മാഗാന്ധിയും കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നു. ബ്രിട്ടനെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമരമായി ഖിലാഫത്ത് മൂവ്മെന്റിനെ മുൻപോട്ട് നയിക്കണം എന്നാണ് ഗാന്ധിജിയുടെ ആഹ്വാനം. ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ടാണ് മലബാറിലെ മനുഷ്യർ ഖിലാഫത്ത് മൂവ്മെന്റ് സജീവമാക്കുന്നത്. ആ സമയത്ത് മലബാറിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത? അവിടെ ജന്മിമാർക്കെതിരായി വലിയ സമരം നടക്കുകയായിരുന്നു. വൻകിട ഭൂവുടമകൾ ജന്മികൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി അവിടെ കുടിയാൻ സംഘം രൂപീകരിക്കപ്പെട്ടു. RSSൽ നിന്ന് കുടിയാൻ സംഘം, അവർക്കാകെ കുടിയൻ സംഘം മാത്രമേ, ഇത് കുടിയാൻ സംഘമാണ്. അത് രൂപീകരിക്കപ്പെട്ടു.
അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഇതെല്ലാം വ്യത്യസ്ത മതസ്ഥരെല്ലാം ഒരുമിച്ച് ചേർന്നതാണ്. ബഹുമാന്യരായ MP നാരായണമേനോനും കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുമാണ് ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലാകെ കുടിയാൻ സംഘങ്ങൾക്ക് ഓടി നടന്ന് നേതൃത്വം കൊടുത്തു. ആ കുടിയാൻ സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ സമരത്തിലാണ്, അന്യായമായ നികുതി പിരിവിനെതിരായ സമരത്തിലാണ്. ആ ജന്മിത്തം സാമ്രാജ്യത്വത്തിന്റെ മൂടുവാങ്ങികളാണ്, ബ്രിട്ടീഷ് സാഹിത്യത്തിന്റെ പാദസേവയാണ് പണി. അതുകൊണ്ട് ജന്മിമാർക്കും സാമ്രാജ്യത്വത്തിനുമെതിരെ കുടിയാൻ സംഘങ്ങളുടെ സമരം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം മറ്റൊരു വഴി. ഇതിനോട് കണ്ണി തന്ന മലബാറിൽ ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അന്ന് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം സമരമൊന്നുമല്ല. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത 4 പേരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് യാക്കൂബ് ഹസൻ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് മൊയ്തീൻ കോയ എന്നാണ്, മൂന്നാമത്തെ പേര് ഗോപാലമേനോ എന്നാണ്. ആര്? ഖിലാഫത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താണ് ഗോപാലമേനോ. നാലാമന്റെ പേര് മാധവൻ നായർ എന്നാണ്. വലിയ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി സാഹോദര്യത്തോടെ ബ്രിട്ടനെതിരായിട്ടുള്ള ആഞ്ഞടിക്കലാണ്. ആ കാലഘട്ടത്തിൽ മലബാറിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവും നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് മൂവ്മെന്റും കുടിയാൻ സംഘവും കൈകോർത്തു പിടിച്ചിട്ടാണ് സമരം. അങ്ങനെ യോജിച്ച മുന്നേറ്റമാണ് നടക്കുന്നത്. വലിയ വെല്ലുവിളികൾ നേരിട്ട് ബ്രിട്ടന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തീക്ഷ്ണമായി അവരോട് ഏറ്റുമുട്ടി ഒരുപാട് സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ആ മണ്ണിലുണ്ട്. ഞാനതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് അന്ന് മലബാറിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം എല്ലാവരും ചേർന്ന് നടത്തിയ സമരമാണ്, യോജിച്ച സമരമാണ്. അന്ന് ആ പ്രദേശങ്ങളിൽ എണ്ണത്തിൽ കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് അവരാണ് സമരത്തിലും കൂടുതലായി പങ്കെടുക്കുന്നത്. അത്രേ ഉള്ളൂ, അവരാണ് സമരത്തിലും കൂടുതലായി പങ്കെടുക്കുന്നത്. പല മുസ്ലിം ആരാധനാലയങ്ങൾ വന്ന് സമരത്തിന്റെ കേന്ദ്രമായി മാറി. മലപ്പുറത്തൊരു പള്ളിയുണ്ട്, വലിയ പള്ളി. മലപ്പുറം പോകുമ്പോൾ ഇപ്പോഴും കാണും. മലപ്പുറം വലിയ പള്ളി ആക്രമിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് പട്ടാളം പള്ളിക്ക് നേരെ ആക്രമണം ഒഴിച്ചു. അപ്പൊ വിശ്വാസികളെല്ലാം അതിനെ ചെറുക്കാൻ പള്ളിക്ക് ചുറ്റും സംരക്ഷണം തന്നു. അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളവുമായി ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ചു നിരവധിയാണ്. അവരാണ് ചരിത്രത്തിൽ മലപ്പുറം ശുഹദാക്കൾ എന്നറിയപ്പെടുന്നത്. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ കാണാം മലപ്പുറം ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി എന്നൊക്കെ കാണാം. അതിന്റെ സംഭവം ഇതാണ്. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ട വസ്തുത, മലപ്പുറം പള്ളി ആക്രമിക്കാൻ, മലപ്പുറത്തെ മുസ്ലിം ദേവാലയം ആക്രമിക്കാൻ വന്ന ബ്രിട്ടീഷ് പട്ടാളം നിറയൊഴിച്ചപ്പോ ആ വെടിയുണ്ട ഏറ്റുവാങ്ങി ആദ്യം രക്തസാക്ഷിത്വം വരിച്ച മലപ്പുറം ശുഹദാക്കളിലെ ഒന്നാമത്തെ ശുഹദാവിന്റെ പേര് തട്ടാൻ കുഞ്ഞൻ എന്നാണ്. മുസ്ലിം അല്ല, ഹിന്ദുവാണ്. അയാൾ അതിനാണ് പോയത്. എന്റെ സഹോദരങ്ങളുടെ ആരാധനാലയമാണ്.
ഞങ്ങൾ ഒരുമിച്ച് സമരം ചെയ്യുന്നവരാണ്. ആ പള്ളി പൊളിക്കാൻ ബ്രിട്ടൻ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് നടക്കും. അതാണ്. അതല്ലാതെ ഇവരീ പറയുന്ന പോലെ മാപ്പിള ലഹളയൊന്നുമല്ല. ചരിത്രത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും ദുഷ്ടലക്ഷ്യത്തോടുകൂടി പ്രചരിപ്പിക്കാനും സാമ്രാജ്യത്വം ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ആ സാമ്രാജ്യത്വത്തിന്റെ എല്ലാ ദുഷ്ചെയ്തികളെയും അതേപോലെ പകർത്തുകയാണ് ഇന്ത്യയിലെ സംഘപരിവാരം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലർ ചോദിക്കണം, ശരി, അപ്പൊ മലപ്പുറത്ത് ഒരു ഹിന്ദുവും ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? ഇല്ലെന്നാരും പറഞ്ഞു. ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശരിയായ വസ്തുത എന്താണ്? ബ്രിട്ടനെതിരായി വലിയ ജീവൻ മരണ സമരം നടക്കുകയാണ്. ബ്രിട്ടൻ ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ എല്ലാം വെടിവെച്ചു കൊല്ലും, ജയിലിലടക്കും, നാടുകടത്തും. എത്ര പേരെ നാടുകടത്തിയിട്ടുണ്ടെന്നറിയും. എന്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ആൻഡമാനിൽ പോയി വന്നിട്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ സഞ്ചാരം നടത്തിയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ മഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ മഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മഞ്ചേരി മാത്രമല്ല, അവിടെ പട്ടിക്കാടും പാണ്ടിക്കാടും വണ്ടൂരും തുവൂരും ഒക്കെ. എങ്ങനെ വന്നു? ആ കാലഘട്ടത്തിൽ അവിടെ നിന്നും ആളുകളെ കൂട്ടമായി നാടുകടത്തുകയാണ്. അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ അണ്ടമാനിൽ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടപ്പോ അവരവിടെ ജീവിച്ച സ്ഥലത്തിന് അവരിട്ട പേരാണ് മഞ്ചേരി, അവരിട്ട പേരാണ് വണ്ടൂര്. അങ്ങനെ ഏറനാട്ടിലെ പല സ്ഥലനാമങ്ങളും ഇന്ന് അണ്ടമാനിൽ സ്ഥലപ്പേരുകളായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് കയ്യയച്ച സഹായം ബ്രിട്ടന് ചെയ്ത ജന്മിമാരുണ്ടായിരുന്നു. ആ ജന്മിമാർ ബ്രിട്ടനോടൊപ്പം നിന്നു. പാവപ്പെട്ട തൊഴിലാളികളും കർഷകരും ദേശാഭിമാനികളും സ്വാതന്ത്ര്യ സമരത്തിൽ ധീരമായി അണിനിരക്കുമ്പോൾ ഒറ്റുകാരായി ബ്രിട്ടന്റെ പാദസേവകരായി നാട്ടിൽ കുറെ ജന്മിമാർ വന്നു. ആ ജന്മിമാർക്കുമെതിരെ സമരം വന്നു. അതിൽ ചില ജന്മിമാർ കൊല്ലപ്പെട്ടു. ആ ജന്മിമാരുടെ ശിങ്കിടികളും കൊല്ലപ്പെട്ടു. നമ്മളൊരു കൊലപാതകത്തെ ന്യായീകരിക്കണ്ട. പക്ഷെ ലോകത്തിലെ ഏത് വലിയ സമരങ്ങളിലും പോരാട്ടങ്ങളിലും വിപ്ലവങ്ങളിലും സംഭവിക്കുന്നത് പോലെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഹിന്ദുക്കളായ ജന്മിമാരുണ്ട്, ഹിന്ദുക്കളായ ജന്മിമാരുടെ ശിങ്കിടിമാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അക്കാലത്ത് ബ്രിട്ടന്റെ നേരിട്ടുള്ള പ്രതിനിധിയായി മഞ്ചേരിയിൽ ഭരണം നടത്തിയിരുന്ന ഒരു വലിയ ജന്മിയുണ്ട്. അയാളുടെ പേര് ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബ് എന്നാണ്. ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബ്. ഖാൻ ബഹദൂർ പട്ടമൊക്കെ പതിച്ചു കൊടുത്ത പട്ടമാണ്, ബ്രിട്ടൻ കൊടുത്തതാണ്. അയാളെ സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരികൾ പിടികൂടി, പരസ്യമായി വിചാരണ ചെയ്തു, അയാളെ കൊന്നു. ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബ് ബ്രാഹ്മണനല്ല. കൊന്നത് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരികളാണ്. അങ്ങനെ എത്ര മുസ്ലിം ജന്മിമാർ കൊല്ലപ്പെട്ടു. അത് ജാതി മതമല്ല പ്രശ്നം. ബ്രിട്ടന്റെ ഒറ്റുകാരായി മാറിയവരെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനിടയിൽ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ കൊല്ലപ്പെട്ടപ്പോ തിരിച്ചുള്ള ആക്രമണങ്ങളിൽ അപ്പുറത്ത് കൊല്ലപ്പെട്ടു. അതിൽ ആരൊക്കെ മുസ്ലിം ആരൊക്കെ ഹിന്ദു ഇങ്ങനെ നോക്കി നോക്കി കുറെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രചരിക്കുന്നത്. അത് തെറ്റായ ചരിത്രവായനയാണ്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം നടന്ന മഹാസമരത്തിലാണ് ചൗരി ചൗര സംഭവം ഉണ്ടായത്. ചുട്ടുകരിക്കപ്പെട്ടു ഇല്ലേ? ആ അനുഭവം മനസ്സിൽ തട്ടിയതിനെ തുടർന്ന് മഹാത്മാഗാന്ധി തൽക്കാലത്തേക്ക് പ്രക്ഷോഭം നിർത്തിവെച്ചു. പക്ഷെ ആരെങ്കിലും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭീകരമായ സമരമായിരുന്നു എന്ന് പറയാറുണ്ട്. ചൗരി ചൗര സംഭവിച്ചത് ഒറ്റപ്പെട്ടൊരു അനുഭവം. അത്തരം ഒറ്റപ്പെട്ട തെറ്റായ സംഭവങ്ങൾ ഏതൊരു സമരത്തിലും ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഏറ്റുമുട്ടലും വിപ്ലവവും നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു സമരത്തെ വിലയിരുത്തേണ്ടത് ആ സമരത്തിന്റെ സമഗ്രതയിലാണ്. ആ സമഗ്രമായി മലബാർ സമരത്തെ വിലയിരുത്തിയാൽ ഇന്ത്യയിൽ നടന്ന ദേശാഭിമാന പ്രചോദിതമായ ഏറ്റവും ഐതിഹാസികമായ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലൊന്ന് തീർച്ചയായും മലബാറിലെ പോരാട്ടമാണ്. അതിനൊരു സംശയവുമില്ല. അത് ഈ ഖിലാഫത്തിന്റെ കാലത്തൊന്നുമല്ല. ഇനിയിപ്പോ ഖിലാഫത്തിന്റെ കാലം മാറ്റില്ല. 919, 25, 26 ആ കാലഘട്ടമാണ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ കാലഘട്ടം. അതൊക്കെ മാറ്റി. മഹാനായ ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരിയെ ബ്രിട്ടൻ നാട് കടത്തിയിട്ടുണ്ട് മലബാറിൽ. ഒരുപക്ഷെ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ബ്രിട്ടീഷ് മേധാവിത്വം നാടുകടത്തിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരികളിൽ ഒരാൾ തീർച്ചയായും സയ്യദ് ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു. മമ്പുറം തങ്ങൾ എന്നൊക്കെ അറിയപ്പെടും. സയ്യദ് ഫസൽ പൂക്കോയ തങ്ങളെ നാടുകടത്തുന്നത് കുടുംബസമേതം നാടുകടത്തുകയാണ്. നാടുകടത്തുന്നത് 1852-ലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് 5 കൊല്ലം മുമ്പ് ബ്രിട്ടനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ നാടുകടത്തപ്പെടുന്നു. അന്ന് എന്ത് ഖിലാഫത്ത്? 852.
എന്ത് മാപ്പിളലഹള, എന്ത് മലബാർ കലാപം, ഒന്നും ഉണ്ടായിട്ടില്ല. 1840-കളിൽ മഞ്ചേരി കലാപം ചരിത്രത്തിന്റെ ഭാഗമാണ്. 849-ലാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ. ചേറൂർ വിപ്ലവം, ഇന്ന് ചേറൂർ വഴി പോകുമ്പോൾ കാണാം ചേറൂർ ശ്രോതാക്കളുടെ സ്മാരകം എന്നൊക്കെ പറഞ്ഞു. നിരവധി രക്തസാക്ഷികൾ ഉണ്ടായ പ്രക്ഷോഭമാണ്. ഇതൊക്കെ 840-കളാണ്. അന്ന് ഇന്ത്യയിൽ പലയിടത്തും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മലബാർ സമരസാന്ദ്രമായ മണ്ണാണ്. അനാദികാലം മുൻപ് ബ്രിട്ടന്റെ കൊടിക്കൂറ ഈ മണ്ണിൽ എന്ന് വന്ന അക്കാലം മുതൽ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട മനുഷ്യർ ഒരുമിച്ച് നിന്ന് പോരാടിയ സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് മലബാറിന്റെ മണ്ണ്, മലപ്പുറത്തിന്റെ മണ്ണ്, മഞ്ചേരി, ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട് ഒക്കെ ഇതാണ്. അവിടെ വളർന്നു വന്ന സമരത്തിന്റെ ഒരു ഘട്ടമാണ് 1920-കളിലെ സമരം, 21-ലെ സമരം. ഖിലാഫത്ത് മൂവ്മെന്റും നിസ്സഹകരണ പ്രസ്ഥാനവും കുടിയാൻ സംഘവും എല്ലാം ഒരുമിച്ച് നടത്തിയ സമരം അതിന്റെ ഒരു ഘട്ടം മാത്രമാണ്, ഒരു ഘട്ടം മാത്രം. വാഗൺ ട്രാജഡി പോലെയുള്ള എത്ര ചരിത്ര സംഭവങ്ങൾക്ക് ആ മണ്ണ് വേദിയായി. പൂക്കോട്ടൂരിലെ മഹത്തായ യുദ്ധം അവിടെ ഉണ്ടായതാണ്. അവിടെ വലിയൊരു നാടാണ്. ബ്രിട്ടീഷ് മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടൊരു സാന്ദ്ര രാജ്യം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കെട്ടിപ്പടുത്തു. ആ ചരിത്രം നമ്മുടെ സ്കൂളിൽ ഏറ്റവും ധീരനായ സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരി യോദ്ധാവാര് എന്ന് ചോദിച്ചാൽ ഒരു വാർത്തകൾ ഉണ്ടാകാം. ആദ്യം പറയേണ്ട ഉത്തരം വാര്യംകുന്നത്ത് ഹാജി. ആ ചരിത്രമായിട്ട് നമുക്ക് തോന്നും ഇത്രമാത്രം ധീരനായ, ഇത്രമാത്രം സെക്കുലറായ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു. അദ്ദേഹത്തെ പിടികൂടാൻ ബ്രിട്ടൻ പഠിച്ച പണി 18 നോക്കി. ഒരു സമാന്തര രാജ്യമുണ്ടാക്കി അദ്ദേഹം. ഈ പറയുന്ന മഞ്ചേരിയും നിലമ്പൂരും പാണ്ടിക്കാട് കരുവാരക്കുണ്ടും ഒക്കെ ഉൾപ്പെടുന്ന ഒരു രാജ്യമുണ്ടാക്കി. ആ രാജ്യം കുറച്ച് മാർഗം ആ ഭരണം നിന്നു. ബ്രിട്ടൻ ഞെട്ടി അക്ഷരാർത്ഥം. അവസാനം അദ്ദേഹത്തെ പിടിക്കാൻ ഒരുപാട് ഒറ്റുകാരെ ബ്രിട്ടൻ നോക്കി. ഒരൊറ്റ ഹൈന്ദവനും കുഞ്ഞഹമ്മദ് ഒറ്റ കൊടുത്തിട്ടില്ല. അതാണ് ചരിത്രം. അത്രമാത്രം അവിടുത്തെ ഹിന്ദു ജനസാമാന്യത്തിന് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ബ്രിട്ടനിൽ നിന്ന് സംരക്ഷണം കൊടുത്തതും, അദ്ദേഹം പലപ്പോഴും രഹസ്യമായി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചതും സംരക്ഷണം കൊടുത്തതും അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായി. അവസാനം ബ്രിട്ടന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിശ്വസ്തനായി നടിച്ച ഒരു മുസ്ലിം സഹോദരനായി. ഒരു ഹിന്ദു ഒറ്റുകൊടുത്തിട്ടില്ല. ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയ ഒരു കൊള്ളരുതാത്തവനായിരുന്നുവെങ്കിൽ ഹിന്ദുക്കളല്ലേ ഒരു കൊടുക്കുക. അങ്ങനെ ഒരു മതസ്പർദ്ധയുടെ അന്തരീക്ഷമേ മലബാറിൽ ഉണ്ടായിട്ടില്ല. അതിനെ തെറ്റായി ചിത്രീകരിക്കുക. അദ്ദേഹത്തെ ബ്രിട്ടീഷ് മേധാവിത്വം പിടികൂടി വിചാരണ നടത്തി. വിചാരണ പ്രഹസനം നടത്തുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സൈന്യ മേധാവിയായിരുന്ന ഹംഫ്രി ഹെൽബർട്ട് അദ്ദേഹത്തിന്റെ മുൻപാകെ ഒരു ഓഫർ വെച്ചു. അതാണ് അദ്ദേഹം മാപ്പെഴുതി, ബ്രിട്ടൻ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ ജീവിതാവസാനം വരെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം. ആ മക്കയിലേക്ക് പണ്ട് നാട് കടത്തിയ ആളാണ് ഈ കുഞ്ഞഹമ്മദ് ഹാജി. മക്കയിലേക്ക് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവിനെയും നാട് കടത്തിയതാണ്. മക്കയിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ 4 വട്ടം ഹജ്ജ് ചെയ്ത ആളാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ക്ലേശങ്ങൾ സഹിച്ച് ഏറനാട്ടിലേക്ക് തിരിച്ചു വന്നതാണ് ബ്രിട്ടനെതിരെ പോരാട്ടം. അദ്ദേഹത്തെ അവസാനം മർദ്ദിച്ച് അവസാനാക്കി അദ്ദേഹത്തിന്റെ മുമ്പാകെ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. നിങ്ങളൊരു മാപ്പപേക്ഷ എഴുതി സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിക്കും. അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, മക്ക എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അറിയണം, ഞാൻ പിറന്നു വീണത് മക്കയിലല്ല. പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഈ ഏറനാടിന്റെ മണ്ണിലാണ് ഞാൻ പിറന്നു വീണത്. ഈ നാടിനെയാണ് ഞാൻ സ്നേഹിച്ചത്. ഇവിടെ ഞാൻ മരിച്ചു വീഴും. ഈ മണ്ണിലാണ് ഞാൻ അലിഞ്ഞു ചേരുക. ഈ മറുപടിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞത്. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു, വിധിച്ചു. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം. അന്ന് ബ്രിട്ടൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ പിടിച്ചാൽ കണ്ണ് കെട്ടിയ ശേഷം പുറകിൽ നിന്നാണ് വെടിവെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണുകൾ കെട്ടരുത്. പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. എന്റെ നെഞ്ചിൻ കൂട് തകർക്കുന്ന വെടിയുണ്ട പാഞ്ഞു വരുന്നത് എനിക്ക് കാണണം. നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹ പ്രകാരം ബ്രിട്ടൻ അദ്ദേഹത്തെ മുന്നിൽ നിന്ന് വെടിവെച്ച് കൊന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. മക്കയിൽ ജീവിതകാലം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് മക്ക എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മക്കയിൽ
ജീവിതകാലം മുഴുവൻ സുഖമായി സമ്പന്നമായി ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം, നിങ്ങളൊരു മാപ്പപേക്ഷ എഴുതി സമരം അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സൈന്യ മേധാവിയുടെ മുൻപിൽ പിറന്ന നാടിനു വേണ്ടി ജീവൻ നൽകാൻ അവസരം കിട്ടിയതിന് 2 റക്അത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് ഒരു ഇത്തിരി സമയം തന്നാൽ മതി എന്ന് മറുപടി പറഞ്ഞ ആളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ്. അപ്പോ 6ാമത്തെ മാപ്പപേക്ഷയുടെ ഒപ്പുവെക്കുകയായിരുന്നു സവർക്കർ അന്തമാനിൽ. അതാണ് വ്യത്യാസം രണ്ടും തമ്മിലുള്ളത്. അങ്ങനെ ജീവൻ കൊടുത്ത് പോരാടിയ ഒരു വലിയ ജനവിഭാഗം, ആ ജനവിഭാഗത്തിന്റെ പിൻതലമുറയോട് RSSകാരൻ ചോദിക്കുകയാണ്, നിന്റെ പൗരത്വത്തിന്റെ രേഖ എവിടെ എന്നാണ് ചോദിക്കുന്ന ആരാണ്? RSS. 925 RSS രൂപീകരിക്കപ്പെടുന്നത്. 22 കൊല്ലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ RSS പ്രവർത്തിച്ചു. 22 കൊല്ലം ഒരു പ്രകടനം നടത്തിയിട്ടില്ല, ബ്രിട്ടനെതിരെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, ഒരു മുദ്രാവാക്യം വെച്ചിട്ടില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊരു പ്രമേയം പാസാക്കിയിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം RSSന്റെ പട്ടികയിലേ ഉണ്ടായിരുന്നു. ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലും പങ്കെടുക്കാത്ത അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏക സംഘടന RSS മാത്രമാണ്. സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു RSSന്റെ 2ാമത്തെ സർസംഘചാലകൻ ഗോൾവാൾക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഹിന്ദു യുവാക്കളോടായി പറഞ്ഞു, നിങ്ങളുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും ബ്രിട്ടനെതിരെ സമരം ചെയ്ത് പാഴാക്കി കളയരുത്. പകരം നിങ്ങളുടെ സമയവും ആരോഗ്യവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമെതിരായ പോരാട്ടത്തിന് സമർപ്പിക്കുക. ഇത് രഹസ്യമായി പറഞ്ഞതല്ല, ഇത് പരസ്യമായ ആഹ്വാനമാണ്. അതായിരുന്നു RSS. നിർഭാഗ്യവശാൽ സംഘപരിവാരം ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. ജനാധിപത്യത്തിൽ അങ്ങനെ ചില കൈത്തെറ്റുകൾ പറ്റാറുണ്ട്. അത് ജനാധിപത്യത്തിലെ ചില കൈത്തെറ്റുകളാണ്. ഇപ്പോ മുസോളിനി 924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ ജയിക്കുന്നത് 65% വോട്ട് നേടിയിട്ടാണ്. 65%. അത്രയ്ക്ക് എത്തിയിട്ടില്ല ഇന്ത്യയിൽ, ആശ്വസിക്കാം. 930കളിൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജയിക്കുന്നത് 43% വോട്ട് നേടിയിട്ടാണ്. കൃത്യം 43% വോട്ടാണ് ഇപ്പോ BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ജനാധിപത്യത്തിന് അങ്ങനെ കൈത്തെറ്റുകളൊക്കെ പറ്റും. അങ്ങനെ പറ്റിയൊരു തെറ്റാണ് ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ്. അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിലെത്താൻ കഴിഞ്ഞ സംഘപരിവാരം, ഇന്ത്യയുടെ നിർമ്മിതിയിൽ ഒരു പങ്കുമില്ലാത്ത സംഘപരിവാരം, ബ്രിട്ടനോട് ഈ രാജ്യം ജീവൻ നൽകി ഏറ്റുമുട്ടുമ്പോൾ കാഴ്ചക്കാരായിരുന്ന സംഘപരിവാരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിൽ ജീവൻ കൊടുത്ത ധീരയോദ്ധാക്കളുടെ പിന്മുറയോട് ഇപ്പോ പൗരത്വം ചോദിക്കാം, നിങ്ങൾ രേഖ കൊണ്ടുപോവാ എന്ന് പറയുക. പൗരത്വ ഭേദഗതി നിയമം പോലെ ഇത്രമാത്രം വിപൽക്കരമായ ഒരു നിയമത്തെ സംഘപരിവാർ ബുദ്ധി കേന്ദ്രം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു മൃഗോദരന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു ഫേസ്ബുക്കിൽ. പറയാണ്, ഇതിവിടെ ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല, ഇത് ഈ പാകിസ്ഥാനിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന ആളുകളെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ഇവിടെ ജീവിക്കുന്നവരൊന്നും പേടിക്കണ്ട. പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുള്ള പ്രചാര വേലയാണ് എല്ലാ കാലവും ഫാസിസം സ്വീകരിച്ചിട്ടുള്ളത്. ഞാനതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ആവർത്തിച്ച് പച്ചക്കള്ളം പറയും. ഒരു മനുഷ്യൻ ഇങ്ങനെ കള്ളം പറയൂ എന്ന് നമ്മൾ സംശയിക്കും. പറയും, RSS ആണെങ്കിൽ പറയും. എന്താ നിയമത്തിന്റെ കാതൽ ഇവിടെ എല്ലാം വിശദീകരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോയി. ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ചിത്രം വ്യക്തമാകുന്നത്. പൗരത്വ രജിസ്റ്റർ ആസാമിൽ പൂർത്തിയായി. സാമ്പിളാണ് ആസാം. അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ത്യയിൽ മുഴുവൻ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ ഇവിടെ നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ ആശയഗതിക്കാരുടെ അവസാനത്തെ ശ്വാസം വരെ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. പക്ഷെ സങ്കല്പിക്കുക, ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പായി. സങ്കല്പിക്കുക, ഇവിടെ നടപ്പാവൂല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ഒക്കെ ഇങ്ങനെ നിന്നാ നടപ്പാവൂല. ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെ സങ്കല്പിച്ചാൽ നമ്മളൊക്കെ ക്യൂ നിന്ന് പൗരത്വം തെളിയിക്കണം, നമ്മൾ ക്യൂ നിൽക്കണം. എന്നിട്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് രേഖ കാണിക്കണം. ഏതാ രേഖ? തെരഞ്ഞെടുപ്പ് ID കാർഡ് രേഖയല്ല. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്താൽ ജയിക്കുന്ന ആള് പ്രധാനമന്ത്രി വരെ ആവാം.
അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷെ നമ്മൾ പൗരനല്ല പിന്നെ വോട്ടവകാശം കൊടുക്കാൻ പാടുണ്ടോ? അത് ചോദിക്കാൻ പാടില്ല. ആ കാർഡ് നിങ്ങളുടെ പൗരത്വ രേഖയല്ല, പാസ്പോർട്ടിന്റെ ആദ്യത്തെ പേജ് എടുത്താൽ അതിൽ നാഷണാലിറ്റി എന്നൊരു ചോദ്യം, അവിടെ ഇന്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. പാസ്പോർട്ട് ഉള്ളവർ പോയി എടുത്തു നോക്കിക്കോ. പക്ഷെ ആ പാസ്പോർട്ട് പൗരത്വ രേഖയല്ല. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞു തരുന്ന പാസ്പോർട്ട് കൊണ്ടു ചെന്നാൽ അത് പൗരത്വ രേഖയല്ല. പൗരനല്ലാത്ത പിന്നെ പാസ്പോർട്ട് കൊടുക്കാൻ പാടുണ്ടോ ഒരു രാജ്യം? അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു വിലയില്ല. പിന്നെ എന്താണ് പൗരത്വ രേഖ? പൗരത്വം തെളിയിക്കാനുള്ള രേഖ പിന്നെന്താണ്? അവർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് 951 മുമ്പ് നമ്മുടെ അപ്പൂപ്പന്മാർക്ക്, നമ്മുടെ ഉപ്പൂപ്പമാർക്ക് ഇവിടെ ഭൂമി ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖ, അവൻ ഇവിടെ ജനിച്ചിരുന്നു എന്നതിന്റെ രേഖ. അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റും കക്ഷത്തിൽ വെച്ചിട്ടാണോ ഇവിടെ നടക്കുന്നത്? ഈ ഇരിക്കുന്നവരിൽ എത്ര പേരുടെ കയ്യിൽ അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ്? നമുക്ക് നമ്മളെ ജനന സർട്ടിഫിക്കറ്റ് എന്ന കയ്യിലില്ല, എന്നിട്ടാണ് അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ്. ആർക്കും ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല. എന്ത് രേഖ? അപ്പൊ നമ്മൾ ഇന്ത്യക്കാരല്ലാതായി, നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ലാതെ. ആസാമിലെ 19 ലക്ഷം മനുഷ്യർ ഇപ്പൊ ഇന്ത്യൻ പൗരന്മാരല്ലാതെ. ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ലാതെ പറയുന്നത്. ഇവിടെ അല്ല പിന്നെ ചന്ദ്രനിൽ ജീവിക്കുന്നവരാണോ? ആസാമിൽ 19 ലക്ഷം പേര് ഇപ്പോ ത്രിശങ്ക സ്വർഗത്തിൽ നിൽക്കുന്നു. അതിൽ ആരൊക്കെ? ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബാംഗം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെ വിളിക്കുന്ന പേര് പ്രഥമ പൗരൻ എന്നാണ്. പ്രഥമ പൗരൻ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നാമത്തെ പൗരൻ. ബാക്കി പൗരന്മാരൊക്കെ അതിന്റെ പുറകിലാണ്. ആ ഒന്നാമത്തെ പൗരന്റെ കുടുംബത്തോട് ചോദിക്കുകയാണ് നിന്റെ രേഖ എവിടെ? ഇതാണ് നിയമം. മനസ്സിലായിട്ടില്ല? മുഹമ്മദ് സനാഉള്ള ഖാൻ 30 കൊല്ലം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച ആളാണ്. കാർഗിലിൽ വിശിഷ്ട സേവനത്തിന് അവാർഡൊക്കെ കിട്ടിയ ആളാണ്. ഇപ്പോഴും പെൻഷൻ കിട്ടുന്നുണ്ട് പട്ടാളത്തിൽ. പക്ഷെ ഇന്ത്യൻ പൗരനല്ല പോലും. ഇന്ത്യൻ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചവന് ഇപ്പോഴും പെൻഷൻ വാങ്ങുന്ന ആളോട് നിന്റെ പൗരത്വ രേഖ എവിടെ ചോദിച്ചിട്ട് പൗരനല്ല, രാജ്യം വിട്ടു പോകാനാണ്. മുഹമ്മദ് അസ്മൽ ഹക്ക് മറ്റൊരു സൈനികൻ, അയാൾക്കും പെൻഷനുണ്ട്, പട്ടാളക്കാരനായിരുന്നു, പക്ഷെ പൗരത്വം ഇല്ല. ഇതാണ് അനുഭവം. പട്ടാളക്കാർക്ക് പൗരത്വം ഇല്ല. എന്തായിരിക്കും സ്ഥിതി നമ്മുടെ നാട്ടിൽ വന്ന സ്ഥിതി? അത്യന്തം അപകടകരമാണ്, വിപൽക്കരമാണ്. മുസ്ലിങ്ങൾക്കെതിരായ ഒരു രൂപമാണ് ഇപ്പൊ നിയമത്തിലുള്ളത്. മുസ്ലിങ്ങളെ തടച്ചു നിൽക്കാനാണ്. എന്നാൽ ഇത് മുസ്ലിങ്ങൾക്കെതിരായ മാത്രം നിയമമാണ്. ഇതൊരു മുസ്ലിം പ്രശ്നമാണ്. അങ്ങനെ കാണുന്നത് ഇതിനെ ചുരുക്കി കാണലാണ്. ഇപ്പം ഈ നിയമം ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെ. ഇതൊരു തുടക്കമാണ്. അടുത്തത് വരും. ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരായത് ഒരു നടപടിയുടെ ആരംഭമാണ്. വിചാരധാരയെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭീഷണി 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ എന്ന് എഴുതി വെച്ചിരിക്കുക. ആ നടപടിയുടെ ആദ്യം ഇവിടെ തുടങ്ങുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ്. അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളെ പ്രശ്നമല്ല, അവർ അനുഭവിച്ചോട്ടെ എന്നൊന്നും ആരും കരുതാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു മുസൽമാൻ അയ്യോ ഇത് ഞങ്ങളുടെ മാത്രം ഒരു അല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ, ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാം ആട്ടൊടിക്കാൻ ആ നടപടികളുടെ തുടക്കമാണ്. നരേന്ദ്ര ധാബോൽക്കറെ വെടിവെച്ച് കൊന്നത് മുസ്ലിമായിട്ടല്ല, കൽബുർഗിയെ കൊന്നത് മുസ്ലിം ആയതുകൊണ്ടല്ല, ഗോവിന്ദ വൻസാരെ കൊല്ലപ്പെട്ടത് മുസ്ലിം ആയതുകൊണ്ടല്ല, ഗൗരി ലങ്കേഷും ശാന്തനു ഭൂമിക്കും കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളായതുകൊണ്ടല്ല. ഞങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കും. അതാണ് നടപടി, അതാണ് രീതി. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ഇല്ലാതാക്കും. മുസ്ലിങ്ങളെ മൊത്തം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെ ആദ്യം ഒഴിവാക്കാൻ പോകും. ഇതിനെ ഇന്ത്യ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതാണ്. ആ എതിർപ്പാണ് ഇപ്പോൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്നത്. ഇന്ത്യയുടെ തെരുവുകളിലെ സമരം നോക്കൂ നിങ്ങൾ. ഒരേ മനസ്സോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാം ഒരുമിച്ച് നിന്നാണ് സമരം. യോജിച്ച സമരമാണ്, യോജിച്ച മുന്നേറ്റമാണ്. കേരളത്തിലും നല്ല മാതൃക ആരംഭിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ പന്തലിൽ അടുത്തടുത്തിരുന്നു സത്യാഗ്രഹം. അത് മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം. കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ യോജിക്കൂ? രാഷ്ട്രീയമായി യോജിക്കില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത്തരം രാഷ്ട്രീയമായ ഭിന്ന നിലപാടുകൾക്കുപരി നമ്മുടെ രാജ്യം തകരാൻ പോകുന്നു. നമ്മുടെ രാജ്യം വലിയ വെല്ലുവിളിയെ നേരിടുന്നു. ഇന്ത്യ ആടിയുലയുന്നു. അപ്പൊ നമ്മൾ ഒരുമിക്കണം. എല്ലാവരും ഒരുമിച്ചു. ആ ഒരുമിക്കൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?